നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിൽ പ്രധാനമായി പറഞ്ഞു വരുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ്. അതായത് മേട മാസം തൊട്ട് 2026 മേടമാസം തൊട്ട് മീനം വരെ വരുന്ന വിഷു ഫലത്തെക്കുറിച്ചാണ് പറയാൻ പോണേ. ജ്യോതിഷ സംബന്ധമായി പറയുകയാണെങ്കിൽ വിഷുഫലത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഗുണഫലത്തെ കൊടുക്കുന്ന ഒന്നാണ് വിഷുഫലം. ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാകുന്ന ഒന്നാണ് വിഷുഫലം. കാരണം ജ്യോതിഷ വർഷ ആരംഭമാണ്. സൂര്യൻ ഉച്ചത്തിൽ വരുന്നത് തൊട്ട് വിഷുഫലം ആരംഭിക്കും. അപ്പോൾ വളരെ നേട്ടഭാവത്തെ കൊടുക്കുന്ന ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്തു തന്നിരിക്കുകയാണ്. ഓരോ രാശിക്കാർക്കും ഈ വർഷം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. കർക്കടക രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക ഇപ്പോൾ പൂയമായില്യം, ഈ 2 നക്ഷത്രങ്ങൾ പൂർണ്ണമായിട്ടും ഒരു നക്ഷത്രത്തിൻ്റെ കാൽഭാഗവുമായിട്ട് 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് കർക്കടക രാശി. ശരിക്ക് പറയുകയാണെങ്കിൽ കർക്കടക രാശിക്ക് കഴിഞ്ഞ പീരീഡുകൾ ഒട്ടും കൊള്ളൂല. കഴിഞ്ഞ വർഷം എങ്ങനെയെന്ന് ചോദിച്ചാൽ വളരെ മോശപ്രദമായ വർഷമാണ്. പക്ഷെ നിങ്ങൾക്ക് വളരെ സന്തോഷപ്രദമായ ഒരു വർഷം ലഭിക്കാൻ പോവുകയാണ്. പുതുവർഷം, അതായത് ഏപ്രിൽ മാസം 14-ാം തീയതി തൊട്ട് നമുക്ക് 2026 ഏപ്രിൽ 14-ാം തീയതി തൊട്ട് പുതുവർഷം ആരംഭിക്കുകയാണ്. എന്തുകൊണ്ട് നേരത്തെ നിങ്ങളെ അറിയിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. പുതിയ സംരംഭം, അത് ബിസിനസ് തുടങ്ങാനാവട്ടെ, അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാവട്ടെ, മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനാവട്ടെ, വേറെ ജോലിക്ക് ശ്രമിക്കാനാവട്ടെ, അപ്പോൾ അതിന് അമാന്തം കാണിക്കരുത്. നമ്മൾ വളരെ പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തുകൊള്ളുക. മറ്റ് ജോലിക്കൊക്കെ നമുക്ക് എപ്പോഴാണെങ്കിലും രാവിലെ അഴിച്ച് പോകാം. പക്ഷേ ഒരു ബിസിനസ് തുടങ്ങാൻ നാളെ രാവിലെ അങ്ങ് തുടങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളുടെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരുടെ നിർദ്ദേശപ്രകാരം നേരത്തെ തന്നെ ഈ വിഷുഫലം പറഞ്ഞു തരുന്നതിൻ്റെ കാരണം. അല്ലാതെ തലേദിവസം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. മെയിലിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ നമ്മളെ നേരത്തെ അറിയിക്കുകയാണ്. നേരത്തെ നമ്മൾ പല സമയങ്ങളിൽ നിങ്ങൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 60,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എന്നെ ഫോളോ ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് നേരത്തെ തന്നെ നിങ്ങളെ അറിയിച്ചു തന്നെ. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഓരോ കാര്യത്തിന് ഇറങ്ങണം. സമയം കളയരുത്. ഒരു വർഷം നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും. കഴിഞ്ഞ പീരീഡിൽ ഓടി ചെരുപ്പ് മാത്രമേ തേയുള്ളൂ. കാര്യങ്ങളൊന്നും നടക്കാതിരുന്നതിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ അനുകൂലപ്രദമായി വരുന്ന ഒരു വർഷത്തിലേക്ക് ഇതാ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം യൂട്യൂബ് ലൈവ് പ്രോഗ്രാം 1 മണിക്കൂറൊക്കെ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഈ ലൈവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായകരമായി തീരും. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. ഇതിന് ഷെയർ ചെയ്യുന്നു, നമ്മളെപ്പോലെ തന്നെ കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് എന്തെങ്കിലും ഇത് നേരത്തെ അറിഞ്ഞ് അവരും മാറ്റം വരുത്തിക്കോട്ടെ, അവരുടെ ജീവിതത്തിലും പുരോഗതി ഉണ്ടാക്കട്ടെ. അതിനുവേണ്ടി നമ്മളിത് ഷെയർ ചെയ്യുക. എല്ലാ കർക്കടക രാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.